കണ്ണൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഏറ്റുപാറ എന്ന് പറയുന്ന ഗ്രാമമാണ്. ഏറ്റുപാറയിൽ നിന്ന് പോൾ തോമസ് എന്ന് മാത്രം പേരുണ്ടായിരുന്ന ഒരു വ്യക്തി NLP പോൾ തോമസ് ആയിട്ട് മാറുന്നു. മനസ്സിൻ്റെ കണ്ണുമായിട്ട് ലോകത്തെ അന്താരാഷ്ട്ര കമ്പനികളിലേക്ക് എത്തുന്നു. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു മാർഗദീപമായിട്ട് മാറുന്നു. ഈ ഒരു ഘട്ടം എങ്ങനെയാണ് അതിലേക്ക് സ്വയം പരിവർത്തിച്ച് വന്നതാണോ, മറ്റാരുടെയും ഇൻസ്പിറേഷൻ ഇല്ലാതെ എനിക്ക് അതിജീവിക്കേണ്ടതുണ്ട് എന്നുള്ള ചിന്തയിലൂടെ കൗമാരം കഴിഞ്ഞ് യൗവനത്തിലൂടെ പോകുന്ന സമയത്ത് ഫ്രോയിഡും യുങ്ങും അടക്കമുള്ള മനഃശാസ്ത്രജ്ഞന്മാർ മനസ്സിലേക്ക് വരികയും അതോടൊപ്പം തന്നെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ പോയിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നുള്ള ചിന്ത ഉണ്ടായതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ തുടക്കം? ആക്ച്വലി ഇറ്റ്സ് എ ബിഗ് സ്റ്റോറി, വലിയൊരു സ്റ്റോറി തന്നെയാണ്. പഠിക്കാൻ ഞാൻ സത്യത്തിൽ ഏറ്റവും ഒരു മണ്ടനായ പഠിത്തക്കാരനായിരുന്നു. എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സൊക്കെ 220, അത് ഒരു കണക്കിൽ പറഞ്ഞാൽ എങ്ങനെയോ രക്ഷപ്പെട്ടു, അങ്ങനെ ഒരാളാണ്. അന്ന് PDC എല്ലാ വിഷയത്തിനും തോറ്റ ഒരു വ്യക്തിയാണ്. എൻ്റെ പ്രിൻസിപ്പാൾ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, പൊള്ളെ ഞാൻ വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കാരണം നമ്മുടെ ഈ കോളേജിൻ്റെ ചരിത്രത്തിൽ എല്ലാത്തിനും തോറ്റ ഏക വ്യക്തി പോളാണ്, ഇൻക്ലൂഡിങ് മലയാളം എന്ന് പറഞ്ഞപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇൻക്ലൂഡിങ് എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞാലല്ലേ മലയാളത്തിന് എന്ത് പറ്റി എന്ന് അറിയാൻ സാധിക്കുള്ളൂ. ആ ഒരു അവസ്ഥയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നപ്പോൾ എൻ്റെ ലൈഫിൽ തന്നെ ഒരു പ്രതിസന്ധി വന്നു. ഇനി എന്ത് ചെയ്യും, ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പഠിക്കണം. അതിനെന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു ഘടകം, ഞാൻ വളരെ സാമാന്യം നന്നായിട്ട് വോളിബോൾ കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പൊക്കം കാണുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പം ആ വോളിബോൾ കളിയിലൂടെ എനിക്ക് നല്ല ഒരു അസാമാന്യമായിട്ടുള്ള ധൈര്യം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാമെന്ന് പല കളികളുടെ ഘട്ടങ്ങളിലും നമ്മൾ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചൊക്കെ ജയിച്ച പല ഘട്ടങ്ങളുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വിദേശ രാജ്യത്തേക്ക് പോകാനായിട്ട് എൻ്റെ അങ്കിളിൻ്റെ സഹായത്തോടെ ഒരു വിസ സംഘടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ വാങ്ങുന്ന ഒരു ബുക്ക് റൺ ആൻഡ് മാർട്ടിൻ്റെ ഗ്രാമർ ബുക്കാണ്. ഈ റൺ ആൻഡ് മാർട്ടിൻ്റെ ഗ്രാമർ ബുക്കും വാങ്ങി ഞാൻ വിദേശ രാജ്യത്ത് ജോലിക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 2.5 വർഷക്കാലം അല്ലെങ്കിൽ ഒരു 3 വർഷക്കാലം ഞാൻ രാത്രിയിൽ ആകെ ഉറങ്ങുന്നത് 4-5 മണിക്കൂറുകളാണ്. ബാക്കി സമയം മുഴുവൻ ഇരുന്ന് പഠിക്കുകയാണ്. കാരണം ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് അറിയാതെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു സമ്മർദ്ദം വന്നപ്പോൾ ആ ഓരോ സമ്മർദ്ദവും സത്യത്തിൽ എൻ്റെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ആ അസ്വസ്ഥത എൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന മേഖലയിലേക്കുള്ള എന്നെ പരിവർത്തനം അല്ലെങ്കിൽ ഒരു ഇവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു രൂപാന്തരണത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇപ്പോൾ ഇൻക്ലൂഡിങ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്ത ഞാൻ ഇന്ന് ആഴ്ചകളോളം മാസങ്ങളും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇംഗ്ലീഷിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസ് എടുക്കാൻ എന്നെ സഹായിച്ച ഒരൊറ്റ വാക്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അസ്വസ്ഥതയാണ്. ഞാൻ എൻ്റെ ഉള്ളിലുണ്ടാക്കിയ അസ്വസ്ഥതയിലൂടെയാണ് ഇതിലേക്ക് എത്തുവാനായിട്ട് സാധിച്ചത്.